الحمد لله. الحمد لله المبدئ المعيد، ينشر رحمته على عباده وهو الولي الحميد. سبحانه خاصم كل متجبر عنيد. إن بطش ربك لشديد. ونشهد أن لا إله إلا الله، ونشهد أن سيدنا محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين ومن اتبع هداه إلى يوم الدين. أما بعد، فأوصيكم عباد الله ونفسي بتقوى الله. اتقوا الله ربكم واعملوا بما أمركم تفلحوا في دنياكم وآخرتكم. اسمعوا نداء خالقكم. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اصبروا وصابروا ورابطوا واتقوا الله لعلكم تفلحون. സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, സൃഷ്ടാവും രക്ഷകനും കാരുണ്യവാനുമായ റബ്ബ് തമ്പുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തഖികളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ്. ആദരണീയമായ അനുഗ്രഹീതമായ പരിശുദ്ധ റമദാൻ മാസം അതിൻ്റെ അവസാനത്തിലേക്ക് അടുത്തു കഴിഞ്ഞു. റമദാൻ മാസത്തിലെ അവസാനത്തെ ജുമാ ദിവസത്തിലാണ് നമ്മളുള്ളത്. അനുഗ്രഹീതമായ മാസം, അനുഗ്രഹീതമായ ദിവസം, അനുഗ്രഹീതമായ അള്ളാഹുവിൻ്റെ ഭവനം, ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജുമാ, ഇതിലെല്ലാം ഒരേപോലെ ഒരുമിച്ച് ഒത്തുചേരാൻ റഹ്മാനായ റബ്ബ് തമ്പുരാൻ നമുക്ക് ആരോഗ്യവും ആയുസ്സും നൽകിയിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ ഖൈറുകളും എല്ലാ ബർക്കത്തുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ചേർക്കുമാറാവട്ടെ. ഒരുപാട് നോമ്പനുഷ്ഠിക്കുകയും ഒരുപാട് നമസ്കരിക്കുകയും ആവർത്തിച്ച് പുണ്യമാസത്തെ സ്വീകരിക്കുകയും യാത്രയാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് റമദാൻ, എന്താണ് ഈ മാസത്തിന് ഇത്ര അധികം മഹത്വം എന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, അള്ളാഹു അറിയിച്ചു തരുന്നത്, പ്രവാചകർ വിവരിച്ചു കാണിച്ചിട്ടുള്ളത് ഈ മാസത്തിലാണ് ഖുർആനിൻ്റെ അവതരണമുണ്ടായത് എന്നാണ്. നമ്മൾ പല ആവർത്തി അത് കേട്ടിട്ടുള്ളതാണ്. ഖുർആനിൻ്റെ അവതരണമുണ്ടായത് ആദരണീയമായ ഒരു രാവിലാണ്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹീതമായ രാവിൽ എന്ന് സൂറത്തു ദുഖാനിൻ്റെ തുടക്കത്തിൽ അങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ, വളരെ നിർണായകമായ നിർണയത്തിൻ്റെ ആദരവിൻ്റെ ഒരു രാത്രിയിലാണ് നാം അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് സൂറത്തുൽ ഖദ്ർ. അപ്പോൾ രാത്രിയാണ് എന്ന് പ്രത്യേകം ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായി അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, ഖുർആനിൻ്റെ അവതരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഉണ്ടായത് 23 വർഷക്കാലത്തെ രാവും പകലും യാത്രയും യുദ്ധവും പള്ളിയിലും വീട്ടിലും എല്ലാ സ്ഥലങ്ങളിലും വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ അവതരിച്ചു തീർന്നതാണ് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ആദരണീയമായ രാവ് കൊണ്ട് ഉദ്ദേശം? ഖുർആൻ അവതരിക്കപ്പെട്ട രാവ് ഏതാണ്? അള്ളാഹുവിൻ്റെ ജ്ഞാനലോകത്ത് നിന്ന്, അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന്, അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ നിന്ന് ലൗഹുൽ മഹ്ഫൂദിലേക്ക്, ആകാശലോകത്തേക്ക് ഉണ്ടായ അവതരണമാണ്. അള്ളാഹുവിൻ്റെ സുരക്ഷിത ഫലകത്തിൽ നിന്ന് ആകാശലോകത്തേക്ക് മനുഷ്യരിലേക്ക് എത്തിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ വചനങ്ങളെ
ഒന്നിച്ചു അവതരിച്ചതിനെക്കുറിച്ചാണ് ആ പറയുന്നത്. അവതരണത്തിൻ്റെ ആരംഭമാണ് എന്നും വിവരിച്ചത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അതുകൊണ്ടാണ് ഖുർആനിൻ്റെ അവതരണത്തിൻ്റെ ആരംഭം, അല്ലെങ്കിൽ ഖുർആനിൻ്റെ പൂർണ്ണമായ അവതരണം ആകാശലോകത്ത് സംഭവിച്ചത്. അതുകൊണ്ടാണ് ഈ മാസത്തിന് ഇത്ര വലിയ മഹത്വം, ആദരം ലഭിച്ചിട്ടുള്ളത്, അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചിട്ടുള്ളത് എന്ന് ഈ വചനങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് ഒരു സൂറത്ത് തന്നെ, ഒരധ്യായം തന്നെ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഖദറിൻ്റെ അധ്യായം, അതിൽ ആ ലൈലത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ധാരാളമായി നമ്മൾ ഓതിപ്പോയിട്ടുള്ള, എല്ലാവർക്കും മനഃപ്പാടമായിട്ടുള്ള ആ വചനങ്ങൾ, അതാണ് ഈ മാസത്തിൻ്റെ മഹത്വം സൂചിപ്പിക്കുന്നത്. റമളാനായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാവ് തന്നെ ഈ പുണ്യമാസത്തിലുണ്ട്. ആ രാവിനെ കുറിച്ചാണ് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ഖദർ എന്നത് കണക്കാക്കുന്ന, വലിയ മൂല്യം നിർണയിക്കുന്ന, ആദരവിൻ്റെ, നിർണയത്തിൻ്റെ ഒക്കെ അർത്ഥമാണ് അതിനുള്ളത്. അമൂല്യമായത് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള രാവ്, അതിനെക്കുറിച്ച് ചോദ്യോത്തര രൂപത്തിലാണ് ഈ ചെറിയ അധ്യായത്തിൽ, അതിൻ്റെ ചെറിയ വചനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, എന്താണ് ലൈലത്തുൽ ഖദർ എന്നാ നീ വിചാരിക്കുന്നത്? നിനക്ക് എന്തറിയാം ഈ ലൈലത്തിനെ കുറിച്ച്? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ, ഖദറിൻ്റെ ഈ രാവ് 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. 1000 മാസങ്ങൾ നിരന്തരമായി ഒരുപാട് നന്മകളും പുണ്യകർമ്മങ്ങളുമായി നിരതരാകുന്ന മനുഷ്യർക്ക് ചെയ്യാവുന്ന അതിലേറെ മഹത്വവും അതിലേറെ സ്വീകാര്യതയും അതിലേറെ പുണ്യവും ലഭിക്കുന്ന രാവാണിത്. 1000 മാസത്തോളം എന്നല്ല പറഞ്ഞത്, 1000 മാസത്തിൻ്റെ അത്രയും എന്നല്ല. ഖൈറും മിൻ അൽഫി ഷഹരിൻ, 1000 മാസത്തേക്കാൾ ഖൈർ നിറഞ്ഞതാണ് ഈ ഒരൊറ്റ രാവ് എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മഹത്വം അത്ര വലുതായി മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രാവിനെ നഷ്ടപ്പെടാതിരിക്കാൻ, ആ രാവിൻ്റെ പുണ്യങ്ങൾ നേടിയെടുക്കാൻ അതീവ ജാഗ്രതയോടുകൂടി ഉത്സാഹിച്ചുകൊണ്ട് നന്മകൾ വർദ്ധിപ്പിക്കുമായിരുന്നു. കാന ഇദാ ദഖലൽ അശറ ശദ്ദ മീസറഹു വഅഹിയ ലൈലഹു വഅയ്ഖള അഹ്ലഹു. റമളാനിൻ്റെ അവസാനത്തെ 10 ദിവസങ്ങളായാൽ ആ 10 ദിവസങ്ങളിലാണ് നിങ്ങൾ ഈ പുണ്യരാവിനെ പ്രതീക്ഷിക്കേണ്ടത്, അന്വേഷിക്കേണ്ടത്, കാത്തിരിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ 10 ദിവസങ്ങൾ, അവസാനത്തെ 10 ദിവസങ്ങളിലേക്ക് കടന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശദ്ദ മീസറഹു, മുറുക്കും എന്നാണ് മലയാളത്തിൽ പറയുന്നില്ലേ, അരയും തലയും മുറുക്കിയെന്ന്. ഇങ്ങനെ എല്ലാ ഒരുക്കത്തോടും കൂടി, പൂർണ്ണ തയ്യാറെടുപ്പോടുകൂടി അതിനു വേണ്ടി ഒരുങ്ങി നിൽക്കുക, കാത്തു നിൽക്കുക. വഅഹിയ ലൈലഹു, കുടുംബത്തെയൊക്കെ വിളിച്ചുണർത്തും. വിശ്രമിക്കാനും ഉറങ്ങിക്കളയാനുള്ള നേരല്ല. ഇത് നഷ്ടപ്പെട്ടു പോയാൽ പോയത് തന്നെ. അതുകൊണ്ട് എല്ലാവരോടും ഉത്സാഹപൂർവ്വം ജാഗ്രതയോടുകൂടി ഇതിനു വേണ്ടി തയ്യാറെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരെയും വിളിക്കും, എല്ലാവരെയും വിളിച്ചുണർത്തും. വഅയ്ഖള അഹ്ലഹു അഹിയ ലൈലഹു, രാവിനെ, തൻ്റെ രാത്രിയെ മുഴുവൻ പകല് പോലെ സജീവമാക്കും. അങ്ങനെ മറ്റൊന്നിനും നേരം കൊടുക്കാതെ ഈ ഒരു നിയ്യത്തോടുകൂടി, ഈ ഒരു ഉത്സാഹത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രാവിനെ പകലാക്കി മാറ്റും. അങ്ങനെ വേണം, അതിന് സാധിക്കണം സത്യവിശ്വാസികൾക്ക്. അവസാനത്തെ 10 ദിവസങ്ങൾ തന്നെയും പലതും നമ്മളിലൂടെ കടന്നുപോയി. ഇനിയുള്ള ഏതാനും ദിവസങ്ങൾ, ഏതാനും നിമിഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹറു ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്രി മിനൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ 10 ഒറ്റയൊറ്റ രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ കാത്തിരിക്കുക, അന്വേഷിക്കുക, കണ്ടെത്തുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഒരുപാട് വചനങ്ങൾ ഈ വിഷയത്തിൽ കാണാൻ സാധിക്കുന്നു. അവസാനത്തെ 10 ഒറ്റ രാവുകളിലാണ് എന്ന് സൂചിപ്പിക്കുന്ന അതിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അവിടുന്ന് ഗൗരവമായി ഉണർത്തുകയുണ്ടായി, മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമ,
വല്ലവനും അതിൻ്റെ ഖൈറ് നഷ്ടപ്പെട്ടാൽ, ആ ലൈലത്തിൻ്റെ ഖൈറ് ലഭിക്കാതെ പോയാൽ ഫഖദ് ഹുരിമ, അവന് എല്ലാം പോയത് തന്നെ, തീർത്തും നഷ്ടപ്പെട്ടത് തന്നെ എന്ന് ഗൗരവമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുകൊണ്ട് സഹോദരന്മാരെ, ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ, ഒരുപാട് അസാധ്യതകളെക്കുറിച്ച്, അമാനുഷമായതിനെക്കുറിച്ചൊന്നും ആലോചിക്കുകയല്ല. നമ്മുടെ കഴിവിലും നമ്മുടെ അറിവിലും നമ്മുടെ സൗകര്യത്തിലും സാധ്യതയിലും പെട്ട അതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ പരമാവധി ഉദ്ദേശശുദ്ധിയോടുകൂടി, നല്ല നെയ്യത്തോടുകൂടി, നന്മ വിചാരത്തോടുകൂടി ഈ രാവിനെ പ്രാർത്ഥനാ നിരതമാക്കുവാൻ, അതോടൊപ്പം കഴിയുന്ന എല്ലാ നന്മകളും കൊണ്ട് നിറക്കുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആ രാവിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞപ്പോൾ മറ്റൊന്ന് അവിടുന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്, വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്, തനസ്സുലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. ആ രാത്രിയിൽ മലക്കുകൾ അവതരിക്കും, മലക്കുകൾ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരും, മനുഷ്യരുടെ ഇടയിലേക്ക് വരും. വറൂഹ്, റൂഹും മലക്കുകളുടെ നേതാവ് പ്രമുഖനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ചാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ സ്വകാര്യവും പവിത്രവുമായ ദൈവിക സന്ദേശങ്ങൾ മറ്റാർക്കും കൈകടത്താൻ വിട്ടുകൊടുക്കാതെ, ആരും സ്പർശിക്കുക പോലും ചെയ്യാതെ, ലാ യമുസ്സുഹില്ലൽ മുതഹ്ഹറൂൻ, ശുദ്ധരിൽ ശുദ്ധരായ മലക്കുകൾ മാത്രം സ്പർശിച്ചിട്ടുള്ള വചനങ്ങൾ, അത് പ്രവാചകന്മാരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തിട്ടുള്ള, നിയോഗിച്ചിട്ടുള്ള മലക്കുകളുടെ നേതാവാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ആ ജിബ്രീൽ അലൈഹിസ്സലാം മറ്റ് മലക്കുകളോടൊപ്പം ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്, മനുഷ്യരിലേക്ക് ഇറങ്ങി വരികയാണ്. മിൻ കുല്ലി അംർ, അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളുമായി, എല്ലാ തീരുമാനങ്ങളുമായി, അനുഗ്രഹങ്ങളുടെ എല്ലാ തീരുമാനങ്ങളും വിഹിതങ്ങളുമായി മലക്കുകൾ ഇറങ്ങി വരികയാണ്. ഗൗരവമായി അതിൻ്റെ വലിയ പ്രാധാന്യത്തോടുകൂടി അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആൻ അവതരിച്ച, ഖുർആൻ പ്രവാചകർക്ക് എത്തിച്ചു കൊടുത്ത മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മറ്റെല്ലാ മലക്കുകളെയും കൂട്ടി വരികയാണ്. പ്രവാചകരില്ല, ഇനി അവതരിക്കാൻ വേറെ വചനങ്ങളില്ല, അതിൽ പുതിയതൊന്നുമില്ല. പക്ഷേ ഈ ഖുർആനിൻ്റെ ഉമ്മത്തിനെ കാണാൻ, ഈ ഖുർആൻ എങ്ങനെ അവർ സ്വീകരിക്കുന്നു, എങ്ങനെ അവർ ആചരിക്കുന്നു എന്ന് കാണാൻ, കണ്ടില്ലേ, പ്രവാചകരുടെ കാലം കഴിഞ്ഞുപോയി. ഇന്നും ലക്ഷോപലക്ഷം ജനങ്ങൾ, കോടാനുകോടി വിശ്വാസികൾ ഈ ഖുർആൻ പാരായണം ചെയ്യുന്നു. അത് പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവിൻ്റെ മുന്നിൽ വിനയത്തോടുകൂടി, താഴ്മയോടുകൂടി കരഞ്ഞു കരഞ്ഞു തേങ്ങിക്കൊണ്ടിരിക്കുന്ന, ഖുർആനിലൂടെ ജീവിക്കുന്ന വിശ്വാസികളെ കാണിച്ചു കൊടുക്കാൻ, എന്നിട്ട് അഭിമാനം കൊള്ളാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം മറ്റ് മലക്കുകളോടൊപ്പം ഇറങ്ങി വരികയാണ്. അതിന് സാക്ഷികളാവുമ്പോൾ, മലക്കുകൾ നമുക്ക് സാക്ഷികളാവുമ്പോൾ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനയോടൊപ്പം ആമീൻ ചൊല്ലുമ്പോൾ, അങ്ങനെ ആ പ്രാർത്ഥനകൾ തട്ടപ്പെടാതെ, തടയപ്പെടാതെ, തള്ളപ്പെടാതെ അള്ളാഹുവിൽ സ്വീകരിക്കപ്പെടാൻ അതിന് മാത്രം നമ്മൾ സജ്ജരായി, തയ്യാറായി, സജീവരായി ഒരുങ്ങി നിൽക്കേണ്ടതുണ്ട്. ഖുർആനുണ്ടാവണം കൂടെ, മനസ്സിൽ പ്രാർത്ഥനയുണ്ടാവണം, ചുണ്ടുകളിൽ ദിക്റുകളും ശുക്റുകളും ഉണ്ടാവണം. അങ്ങനെ യഥാർത്ഥ വിശ്വാസിയുടെ, ഖുർആനിൻ്റെ അനുയായിയുടെ മാതൃകയായി നമുക്ക് ഈ ദിവസങ്ങളെ, ഈ രാവുകളെ പ്രത്യേകിച്ചും നഷ്ടപ്പെടാതെ ആചരിക്കാൻ, അനുഷ്ഠിക്കാൻ സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അന്നത്തെ രാവിൽ എപ്പോഴും നമുക്കറിയാം, 2 വീതം മലക്കുകൾ ഓരോ മനുഷ്യൻ്റെ കൂടെയുമുണ്ട്. നന്മകൾ രേഖപ്പെടുത്താൻ, തിന്മകൾ രേഖപ്പെടുത്താൻ. അതിലപ്പുറം, അപ്പോൾ മനുഷ്യരെ ഇരട്ടിയാണ് മലക്കുകൾ. അതിലപ്പുറം ഈ പുണ്യമാസത്തിൽ, ഈ പുണ്യരാവിൽ മലക്കുകൾ, എണ്ണമറ്റ മലക്കുകൾ, അള്ളാഹുവിൻ്റെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങി വരികയാണ്. വഇന്നൽ മലായികത ലൈല അക്സറു മിനൽ അർളി മിൻ അദദിൽ ഹസാ, ഭൂമിയിലെ മണൽത്തരികളെക്കാൾ അധികമാണ് അന്നത്തെ രാവിൽ മലക്കുകൾ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്നത്. അത്രത്തോളമാണ്. ആ ഓരോ മലക്കുകളുടെയും സാക്ഷ്യം നമ്മൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മുന്നിൽ ഉണ്ടാവണം. അവരുടെ പ്രാർത്ഥന നമുക്കുണ്ടാവണം. നമ്മുടെ നന്മകളിൽ അവർ സാക്ഷികളാവണം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് അവർ ആമീൻ പറയണം. അതിനുള്ള അവസരമാണ് സഹോദരന്മാരെ. അതുകൊണ്ട് ഈ പുണ്യത്തിൻ്റെ നിർണായകമായ, അനർഘങ്ങളായ
ഖദറിന്റെ രാവിനെ, അതിൻ്റെ നിമിഷങ്ങളുടെ ഓരോ നിസ്സാരമായ അംശങ്ങളെയും സ്വന്തമാക്കാൻ സാധിക്കണം. ആ ഒരു നെയ്യത്തോടു കൂടി, ഉത്സാഹത്തോടു കൂടി ഈ ദിവസങ്ങളെ കാണുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും റമളാനിന്റെ ഈ മാസത്തിൽ, ഈ ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ, റമളാനിന്റെ രാവിനെ തികഞ്ഞ വിശ്വാസത്തോടു കൂടി, പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ പുണ്യങ്ങൾ നേടാൻ മാത്രമുണ്ട് എൻ്റെ നമസ്കാരം എന്ന് ഉറപ്പുവരുത്തിയിട്ട് കുറ്റമറ്റ രൂപത്തിൽ അത് നിർവഹിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, കണക്കാക്കിയിട്ട്, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടു, എല്ലാ പാപങ്ങളിൽ നിന്നും അവൻ മുക്തമാണ്. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ലഭിക്കുന്ന അവസരം, അതിനുവേണ്ടി നഷ്ടപ്പെടാതെ ആ അവസരത്തെ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ഉമ്മയായ പ്രവാചക പത്നി മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അങ്ങനെയുള്ള ഇത്രയേറെ പോരിശയുള്ള മഹത്വമർന്ന ഈ രാവ് എനിക്കെങ്ങാനും ആ രാത്രിയിലെത്താൻ ഭാഗ്യമുണ്ടായാൽ, ആ രാവിനെ പ്രാപിക്കാൻ അവസരമുണ്ടായാൽ ഞാൻ എന്താണ് ചൊല്ലേണ്ടത്, എന്താണ് പറയേണ്ടത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലി അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. നീ എങ്ങനെ പ്രാർത്ഥിച്ചോ, അല്ലാഹുവേ ഇന്നക അഫുവുൻ, നീ തീർത്തും അങ്ങേയറ്റം മാപ്പരുളുന്നവനാണ്, പൊറുത്തു കൊടുക്കുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, അതാണ് നിനക്കിഷ്ടം. പിടിച്ചു ശിക്ഷിക്കുന്നതും എല്ലാവരെയും നശിപ്പിക്കുന്നതും നരകത്തിൽ തള്ളുന്നതുമല്ല, അനേകമായി മാപ്പ് കൊടുക്കുന്ന, വിട്ടുവീഴ്ച ചെയ്യുന്ന, പൊറുത്തു കൊടുക്കുന്ന ഗഫാറാണ്, റഹ്മാനാണ്, റഹീമാണ് തമ്പുരാനെ. തുഹിബ്ബുൽ അഫ്വ, നിനക്ക് അതാണല്ലോ ഇഷ്ടം. അതുകൊണ്ട് ഫഅഫു അന്നി, എന്നോട് പൊറുക്കണമേ, എനിക്ക് മാപ്പരുളയണമേ, എൻ്റെ കുറവുകൾ, പിഴവുകൾ, പോരായ്മകൾ പൊറുത്തു തരണമേ എന്ന് ആയിഷ നീ പ്രാർത്ഥിച്ചു കൊള്ളുക. ഇതാണ് ഈ ദിവസത്തിൽ, ഈ രാവിൽ ചെയ്യാനുള്ളത്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ള പ്രാർത്ഥന. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയും അറിവും കഴിവും മറ്റൊരുപാട് യോഗ്യതകളും എല്ലാം കുറഞ്ഞവരാണെങ്കിലും, എത്ര ദുർബലരാണെങ്കിലും, ഈമാനിൻ്റെ കരുത്തുകൊണ്ട്, മനസ്സിൻ്റെ വിശുദ്ധി കൊണ്ട്, ആത്മാർത്ഥത കൊണ്ട്, നല്ല നിയ്യത്ത് കൊണ്ട് ഈ രാവിൻ്റെ പുണ്യം നേടിയെടുക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على رسول الأمين والعاقبة للمتقين. عباد الله أوصيكم ثانيا وإياي بتقوى الله. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ മുത്തഖികളായ ദാസന്മാരായി, ധർമ്മനിഷ്ഠയുള്ള, തിന്മകളിൽ നിന്നും എല്ലാ നിലക്കും അകന്നു നിൽക്കുന്ന, നന്മകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുന്ന നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. സൂറത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞ് അത് അവസാനിക്കുന്നത് സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഈ രാവ് 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമായ, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തും അള്ളാഹുവിൻ്റെ അഫുവും കോരിച്ചെരിയുന്ന ഈ രാവ്, അത് സലാമുൻ, രക്ഷയാണ്, സമാധാനമാണ്. ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, ആ രാവ് അവസാനിക്കുന്നത് വരെ, നേരം പുലരുന്നത് വരെ ആ രാവ് മുഴുവൻ രക്ഷയാണ്. സലാം, സലാം എന്നത് അള്ളാഹുവിൻ്റെ നാമമാണ്. സത്യവിശ്വാസികൾക്ക്, നല്ല മനുഷ്യർക്ക് അള്ളാഹു ഒരുക്കിയിട്ടുള്ള അനന്തമായ, അറ്റമില്ലാത്ത, അന്ത്യമില്ലാത്ത ശാശ്വതമായ സ്വർഗലോകത്തിൻ്റെ പേരാണ് ദാറുസ്സലാം, രക്ഷ. ഇസ്ലാമിൻ്റെ വളരെ സാമാന്യമായ അഭിവാദ്യത്തിൻ്റെ ഭാഗമാണ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും, അറിയുന്നവരോടും അറിയാത്തവരോടും നീ അവർക്ക് രക്ഷ നേരുക, സലാം ചൊല്ലുക എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. എന്തുമാത്രം ഉന്നതമായ, എന്തുമാത്രം പാവനമായ, എന്തുമാത്രം അത്യാവശ്യമായ, ഏതൊരു മനുഷ്യനും തേടുന്ന സന്ദേശമാണ് രക്ഷ, സമാധാനം.
മനുഷ്യരുടെ സ്വൈര ജീവിതവും സമാധാനവും നഷ്ടപ്പെടുത്തുന്ന അനേകം പല രീതിയിലുള്ള ശ്രമങ്ങൾ, പൈശാചികമായ പ്രേരണകൾക്ക് അടിപ്പെട്ടിട്ട് ദുഷ്ടചിന്തകളും ദുർചെയ്തികളുമായിട്ട് അക്രമവാസനകളും മറ്റ് തോന്നിവാസങ്ങളും മറ്റ് പല രീതിയിൽ മനുഷ്യരെ പിഴപ്പിക്കുന്ന, മനുഷ്യരെ തെറ്റിക്കുന്ന, മനുഷ്യരുടെ സ്വൈര്യം നഷ്ടപ്പെടുത്തുന്ന അനേകം ക്ഷുദ്രശക്തികൾ എന്നും വെല്ലുവിളികളായി നിറഞ്ഞു നിൽക്കുകയാണ് ലോകത്തെവിടെയും. അങ്ങനെയുള്ളൊരവസരത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ വളരെ പാവനമായ ഉന്നതമായ സന്ദേശം സലാം, ആ സലാമിനെ ലൈലത്തുൽ ഖദറിൻ്റെ ഈ സന്ദേശത്തിലൂടെ, അതിൻ്റെ ആശയത്തിലൂടെ, അതിനെ ആചരിക്കുന്നതിലൂടെ, അതിൻ്റെ പ്രാർത്ഥനയിലൂടെ, അത് നേടിയെടുക്കുന്നതിലൂടെ രക്ഷയുടെ വാക്താക്കളായി, സമാധാനത്തിൻ്റെ വാഹകരായി തീരാൻ നമുക്ക് സാധിക്കണം. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, ഈ രാവ് പുലരുന്നത് വരെ എന്ന് പറയുന്നതോടൊപ്പം ഈ പുലരുക തന്നെ ചെയ്യും, സമാധാനം പുലരുക തന്നെ ചെയ്യും. ആരെല്ലാം എന്തെല്ലാം തടസ്സങ്ങളും ദുരുദ്ദേശങ്ങളും സ്വാർത്ഥതകളും ഒക്കെ വെച്ച് പെരുമാറിയാലും സമാധാനം സംജാതമാവും. അതാണ് പറയുന്നത് ഇന്ന മഅൽ ഉസ്രി യുസ്റ ഫഇന്ന മഅൽ ഉസ്രി യുസ്റ. തീർച്ചയായും പ്രയാസത്തിൻ്റെ കൂടെ എളുപ്പമുണ്ട്. ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് വിശുദ്ധ ഖുർആനിൽ. പ്രയാസമുണ്ട് എന്നത് ഉറപ്പാണ്. അതിൻ്റെ കൂടെ ക്ഷമയോടെ, പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വിശ്വാസികൾക്ക് സമാധാനമുണ്ട്, എളുപ്പമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ അറിഞ്ഞും അറിയാതെയുമുള്ള എല്ലാ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, വേണ്ടപ്പെട്ടവർ, ഭാര്യ, മക്കൾ, ഭർത്താക്കന്മാർ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുകയും അവർക്കെല്ലാം പുറത്തു കൊടുക്കുകയും അവൻ്റെ വിശാലമായ സ്വർഗ്ഗത്തിൽ അവരെയും നമ്മയും എല്ലാം ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. രോഗം കൊണ്ടും മറ്റ് പല രീതിയിലുള്ള പ്രയാസങ്ങളും പരീക്ഷണങ്ങളും കൊണ്ടും വിഷമിക്കുന്ന അനേകം ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ആശ്വാസം നൽകുമാറാവട്ടെ, എല്ലാവർക്കും ശിഫ നൽകുമാറാവട്ടെ. അവരുടെ കൂടെയുള്ളവരും അവരുടെ ആശ്രിതർക്കും ക്ഷമയുടെ പുണ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ അള്ളാഹുവിലേക്ക് ഉയരണം. രാജാതിരാജനായ തമ്പുരാനെ, റഹ്മാനായ റഹീമായ തമ്പുരാനെ, ഞങ്ങളറിയാതെ പറയാതെ ചോദിക്കാതെ ജന്മവും ജീവിതവും ജീവിതത്തിലുള്ളതെല്ലാം നീ ഞങ്ങൾക്ക് നൽകുകയുണ്ടായി. ഒന്ന് മാത്രം നിന്നോട് ഞങ്ങൾ തേടുകയാണ്, ചോദിക്കുകയാണ് തമ്പുരാനെ, നിൻ്റെ സ്വർഗം ഞങ്ങൾക്ക് തടയരുത്. നിൻ്റെ പ്രവാചകരോടൊപ്പം, നല്ല മനുഷ്യന്മാരോടൊപ്പം, നമ്മുടെ മാതാപിതാക്കളോടൊപ്പം, എല്ലാ സാലിഹ്യങ്ങളോടുമൊപ്പം നിൻ്റെ വിശാലമായ സ്വർഗത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ റഹ്മാനായ തമ്പുരാനെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار وادخلنا الجنة يا رب العالمين. اللهم احفظ الشيخ محمد بن زايد رئيس الدولة بحفظك وكلوه بلطفك واحطه برحمتك يا رب العالمين، واشمله برعايتك واظله بعنايتك، واجعل عمله في طاعتك وأيده بنصرك، وهيئ له من أمره رشدا، وكن له عينا وسندا وهاديا ومسددا، وأنر بصيرته ووفق مصيرته، وسدد قوله وفعله، وبارك في عمره وعامله، واجعله مفتاحا للخير ومغلاقا للشر، موفقا في كل أمره. اللهم وفقه ونوابه وإخوانه حكام الإمارات وولي حده الأمين لما تحبه وأترضى، وسدد خطى والدينا حاكم الشارقة، وبارك له في عمره وعامله وأهله، واغفر لوالديه ونجليه وأدخلهم الجنة برحمتك يا أرحم الراحمين. اللهم ارحم شيخ زايد والشيخ راشد وشيوخ الإمارات الذين انتقلوا إلى رحمتك، وادخلهم بفضلك فسيح جناتك، واشمل شهداء الوطن برحمتك وغفرانك، واجزل لهم ثوابك، وافض عليهم من فيض عطائك، واجري اهلهم خير ما تجزي الصابرين يا رب العالمين. اللهم ارحم المسلمين والمسلمات، المؤمنين والمؤمنات، الاحياء منهم والاموات. اللهم اهدي اولادنا وشباب وبنات المسلمين واحفظهم بحفظك، واجعلهم قرة عين لآبائهم يا رب العالمين. اللهم اغفر لمن بنى هذا المسجد ولوالديه ولكل من بنى مسجدا يذكر فيه اسمك. اللهم أنت الله لا إله إلا أنت، أنت الغني ونحن الفقراء إليك،
أنزل علينا الغيث ولا تجعلنا من القانتين. اللهم سقيا رحمة لا سقيا عذاب ولا هم ولا غرق ولا بلاء يا رب العالمين. اللهم أغثنا اللهم أغثنا اللهم أغثنا غيثا مغيثا مريئا نافعا غير ضار عاجلا غير آجل. اللهم اسقي عبادك وبهائمك وانشر رحمتك وحي بلدك الميت. اللهم إنا نستغفرك إنك كنت غفارا فأرسل السماء علينا مدرارا. الله أنبت لنا الزرع وأدر لنا الضرع واسقنا من بركات السماء وأنبت لنا من بركات الأرض. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم وأقم الصلاة.